ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറിൻസ് ഓട്ടോ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റോൾസ് റോയ്സിനെ കുറിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. റോൾസ് റോയ്സ് 1906 ഇംഗ്ലണ്ടിലെ ചാൾസ് റോൾസും ഹെൻറി റോയ്സും കൂടി ചേർന്ന് ഇറക്കിയ ഒരു വാഹനമാണ്. ഇതിൻ്റെ പോപ്പുലർ മോഡൽ എന്ന് പറയുന്നത് ഫാൻറ്റം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇൻ ലക്ഷറി, ഗോസ്റ്റ്, സ്ലൈറ്റ്ലി സ്മോളർ പക്ഷേ മോർ ഡെയിലി ഡ്രൈവ് ലക്ഷറി എന്ന് തന്നെ പറയാം. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെയ്ത്ത് ആണ്, പവർഫുൾ ലക്ഷറി കൂപ്പാണ്. പിന്നെ അടുത്തത് വരുന്നത് ഡാൻ ആണ്, കൺവെർട്ടിബിൾ വേർഷൻ ഓഫ് ദ റെയ്ത്ത് ആണ്. കള്ളിനൺ എന്ന് പറയുന്നതാണ് അടുത്ത വേർഷൻ, അത് അൾട്രാ ലക്ഷറി SUV ആണ്. പിന്നെ ഉള്ളത് സ്പെക്ടർ ആണ്, ദ ഫസ്റ്റ് ഓൾ ഇലക്ട്രിക് റോൾസ് റോയ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. 1934 ഇറങ്ങിയ ഈ റോൾസ് റോയ്സ് 2025 മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനെ ജെന്റിൽമാൻസ് മോട്ടോർ കാർ എന്നും പറയപ്പെട്ടിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദിസ് റോൾസ് റോയ്സ് 2025 വാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 1929 ടു 1936 ആണ്. പണക്കാർക്ക് മാത്രമായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സ്മോൾ കാർ എന്ന രീതിയിലാണ് ഇത് ഇറക്കിയത്. ശബ്ദമില്ലാതെ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ എൻജിൻ 3.7 ലിറ്റർ 6 സിലിണ്ടറോട് കൂടി ഇൻലൈൻ DHV എൻജിനാണ്. ഇതിൻ്റെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 25 ആണ്. 4 സ്പീഡ് മാനുവൽ ഗിയറോട് കൂടിയ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 122 km/h ആണ്. ഇതിൻ്റെ ബ്രേക്ക് സെർവോ അസിസ്റ്റഡ് മെക്കാനിക്കൽ ബ്രേക്സ് ആണ്. സസ്പെൻഷൻ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്സ് ആണ്. റോൾസ് റോയ്സ് വെറും ചാസി മാത്രമേ നൽകിയിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ നിർമ്മിച്ചിരുന്നത് പാക്വേർഡ്, ഹൂപ്പർ, മള്ളിനർ പോലുള്ള കോച്ച് ബിൽഡർമാരാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ റോൾസ് റോയ്സ് 2025 സ്വന്തമായിട്ടുള്ള കസ്റ്റം ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നും ഉള്ളത്. അപ്പോൾ ഇന്നും നമുക്ക് ഈ കാറുകൾ ഒത്തിരി മോഡലിൽ കാണാനുണ്ട്. ഇവിടെ നമ്മുടെ ഓരോ ചിലപ്പോൾ ഷോറൂമിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള മ്യൂസിയത്തിലോ ഒക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. റോൾസ് റോയ്സിൻ്റെ മിക്കവാറും വിജയകരമായ ഒരു കാരണം എന്ന് പറയുന്നത് പ്രീ വാർ മോഡലാണിത്. റോൾസ് റോയ്സിനെ സാമ്പത്തികമായി രക്ഷപ്പെടുത്തിയ ഒരു മോഡലും കൂടിയാണിത്. ഈ വിജയമാണ് ബെന്റ്ലി മോട്ടോഴ്സ് 1931 ഏറ്റെടുക്കാൻ സഹായിച്ചത്. മൊത്തം 3827 യൂണിറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇന്നത്തെ ശരാശരി വില എന്ന് പറയുന്നത് $50,000 തൊട്ട് $85,000 വരെ പോകും. പിന്നെ ചില റെയർ മോഡൽസിനൊക്കെ $100,000 വരെയും പോകാറുണ്ട്. പിന്നെ ഈ കാറിന് ഹാൻഡ് ക്രോങ് സ്റ്റാർട്ടർ ഉണ്ട്. അതൊരു ബാക്കപ്പ് സ്റ്റാർട്ടറായി അതിജീവന സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി ആദ്യകാലത്തെ കാലഘട്ടത്തിൽ ഈ കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ രീതിയില്ലേ, അത് ഇന്ന് വളരെ അപൂർവമായിട്ടാണെങ്കിലും റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം 3, റോൾസ് റോയ്സ് 2025 പോലുള്ള വാഹനങ്ങൾക്ക് അതിൻ്റെ ക്ലാസിക്കൽ ശൈലിയെ നിലനിർത്തി തന്നെയാണ് പോയിരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇനിയും ഞാൻ ഇതേപോലുള്ള ഒത്തിരി വീഡിയോസുമായിട്ട് ക്ലാസിക്കൽ കാർസിൻ്റെ എന്നല്ല, പുതിയ കാറിൻ്റെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടാത്ത ടൈപ്പ് കാറിൻ്റെയൊക്കെ ഞാൻ വീഡിയോ പുറകെ ഇടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എനിക്ക് മെസ്സേജ് ഇടണം. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. കാര്യം നമ്മൾ മനുഷ്യനാണെന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും തെറ്റ് പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. So till then, bye. Okay, thank you.